ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എസ്എ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമ്മൾ എക്സാമിൽ ആൻസർ ചെയ്യേണ്ടത്, എന്തൊക്കെ ടിപ്സ് ഉണ്ട്, ട്രിക്സ് ഉണ്ട്, എഫക്റ്റീവ്ലി നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം. സോ ഈ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ CMA US എങ്ങനെയാണ് സെൽഫ് സ്റ്റഡിയിലൂടെ കംപ്ലീറ്റ് ചെയ്തതെന്നും എന്തൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ്, എന്തൊക്കെ സെൽഫ് സ്റ്റഡി പ്ലാനാണ് ഞാൻ യൂസ് ചെയ്തെന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കാണുക, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലോട്ട് കിടക്കാം അല്ലേ. അപ്പോൾ എനിക്കറിയാം ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾ ഭയങ്കര റഷിലായിരിക്കും, നിങ്ങളിപ്പോൾ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ എനിക്ക് ആദ്യമേ പറയാനുള്ളത് ടെൻഷൻ അടിച്ച് കുളം ആവാതിരിക്കുക. എന്താ പറയുക, ടെൻഷനാണ് ഏറ്റവും വലിയ പ്രശ്നം. ടെൻഷൻ അടിക്കാതിരിക്കുക. റിസൾട്ട് എന്തോ ആവട്ടെ, നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, അതേ അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, പിന്നെ നിങ്ങളിപ്പം എസ്എ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ചെയ്യേണ്ട, എസ്എ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ എക്സാമിന് പോകുന്നതിന് മുന്നേ ബേസിക്കായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പറയാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ, അതായത് തിയറി റിപ്പീറ്റഡ്ലി വായിച്ചിട്ട് വേണം MCQs ചെയ്യാനെന്നൊക്കെ ഞാൻ എൻ്റെ സെൽഫ് സ്റ്റഡി പ്ലാനിൽ പറയുന്നുണ്ട്. അതും ഷോർട്ട് നോട്ട് എഴുതി വെച്ചത്. ഓക്കെ, അപ്പോൾ അത് ഒരുവിധം എല്ലാ കോൺസെപ്റ്റിൻ്റെയും മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഒക്കെ റിപ്പീറ്റഡ്ലി വായിക്കുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധിച്ച് വായിക്കാൻ ശ്രമിക്കാത്തത്, കൂടുതൽ ആ കാര്യത്തിന് ഊന്നൽ നൽകി അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതൊന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 4-5 വിൻഡോസിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസറും ഒക്കെ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് വെക്കുക. ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ റിപ്പീറ്റഡ്ലി 2-3 ഒക്കെ നമുക്ക് നെക്സ്റ്റ് വിൻഡോയിലൊക്കെ കാണാനൊക്കെ ഉണ്ടായിട്ടുണ്ട്, കാണാനൊക്കെ അങ്ങനെ പറ്റിയിട്ടുണ്ട് കേട്ടോ. സോ അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ചാൻസ് യൂട്ടിലൈസ് ചെയ്യണമല്ലോ. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലർക്ക്, അതായത് ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോ ഓപ്പണായി, MCQ എസ്എ വിൻഡോ ഓപ്പൺ ആയ ചില കുട്ടികളുണ്ടാവും. അവരോട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ചിലരൊക്കെ ഡിസ്ക്ലോസ് ചെയ്യും കേട്ടോ ക്വസ്റ്റ്യൻസ് ആൻസർ അതൊക്കെ. അപ്പം ചിലർ ഡിസ്ക്ലോസ് ചെയ്യും, ചിലർ ഡിസ്ക്ലോസ് ചെയ്തില്ല എന്നും. ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ അവരോട് റീച്ച് ഔട്ട് ചെയ്യുക, അവരോട് ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എസ്എ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കാര്യം, ഒരു വിൻഡോയിൽ, അതായത് സെപ്റ്റംബർ ഒക്ടോബർ ഒരു വിൻഡോയിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കിട്ടാറുണ്ട് സ്റ്റുഡൻസിന്. ആ ഒരു പ്രോബബിലിറ്റി ആക്ച്വലി റിയൽ ആണ്, അത് വരാറുണ്ട് കുട്ടികൾക്ക്. സോ ഓൾറെഡി എസ്എ കിട്ടിയവരോടൊക്കെ ചോദിക്കുക, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്പെഷ്യലി നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതൊക്കെ പഠിച്ചുകൊണ്ട് മാത്രം എസ്എക്ക് പോവുക. ഓക്കെ, ചില സമയത്ത് സെപ്റ്റംബറിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒക്ടോബറിൽ കാണാതൊക്കെ വന്നെന്നിരിക്കാം. പിന്നെ ഇതൊക്കെ ഒരു ലക്കാണല്ലേ, അവർക്ക് കിട്ടിയ പാറ്റേൺ നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. മേ ബി കിട്ടിയാലോ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പം ശരിയായി, ദർ ഈസ് എ ചാൻസ്. അപ്പം നമ്മൾ ആ ചാൻസ് കളയാതിരിക്കുക. അപ്പം ജസ്റ്റ് അവർ ഒക്കെയാണ്, നിങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളത് കേൾക്കുക, പഠിച്ചു വയ്ക്കുക. ക്വസ്റ്റ്യൻസ് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പഠിച്ചു വെക്കാതെ പോവാതിരിക്കുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാണ്ട് റിഗ്രറ്റ് അടിക്കും, ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് പോലും പഠിക്കാൻ പറ്റിയില്ലല്ലോ. ഓക്കെ, അപ്പം അതൊക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഇത് നമ്മൾ ചെയ്യേണ്ട ബേസിക് കാര്യങ്ങളാണ്. ഇതൊക്കെ അറിഞ്ഞാലും ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് പോയാലും എസ്എ ക്ലിയർ ചെയ്ത ആൾക്കാരുണ്ടെന്നും മനസ്സിലാക്കുക. ഓക്കെ, അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് കിട്ടിയാലും, ഇപ്പോൾ എക്സാമിന് മുന്നേ ക്വസ്റ്റ്യൻസ് എന്തൊക്കെ അറിഞ്ഞാലും നമ്മൾ അത് എങ്ങനെ ആൻസർ ചെയ്യുന്നു എന്നതിലേക്ക് നമുക്ക് കിട്ടുന്ന സ്കോർ. ഓക്കെ, അതിപ്പോൾ നമ്മൾ കുറേ തിയറി അതുപോലെ കാണാതെ പഠിച്ച് അവിടെ കൊണ്ട് അപ്ലൈ ചെയ്താലും നമ്മൾ എഴുതുന്ന രീതി, നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുന്ന പോയിൻറ്റ്സ്, അത് എത്ര റെലവൻ്റ് ആണ്, ഇതനുസരിച്ചിരിക്കും നമുക്ക് ഒടുവിൽ കിട്ടുന്ന സ്കോർ. ഓക്കെ, അത് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇനി എക്സാമിലോട്ട് വരുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ എസ്എ ക്വസ്റ്റ്യൻസിൻ്റെ ടൈം മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനൊരു സ്റ്റോറി പറഞ്ഞു തന്നെ തുടങ്ങാം. ഞാൻ എസ്എ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരാളുണ്ടായിരുന്നു. എനിക്ക് ഓർമ്മയൊന്നുമില്ല. ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ MCQ ക്ലിയർ ചെയ്ത് പുള്ളി, എസ്എ വിൻഡോ ഓപ്പണായി. പക്ഷേ ആൾക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ആ എസ്എ വിൻഡോ ഓപ്പൺ ആയിട്ടും പുള്ളി എണീറ്റ് പോയി. അപ്പോൾ അവസാനം സെൻറ്ററിലെ ആൾക്കാർ തിരിച്ച് വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ എസ്എ വിൻഡോ ഓപ്പൺ ആണ്, നിങ്ങൾ ആൻസർ ചെയ്യുന്നില്ലേ എന്ന്. മനസ്സിലായില്ലേ? അത്രയ്ക്ക് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു, ബ്ലാങ്കായി പോകുന്നൊരു അവസ്ഥയൊക്കെ കാണാറുണ്ട്. അപ്പം അതെന്തുകൊണ്ട് അങ്ങനെ ബ്ലാങ്ക് ആവുന്നത്, അങ്ങനെ അയാൾ ഒരു 5-10 മിനിറ്റ് അയാൾക്ക് അങ്ങനെ പോയി കാണും. അപ്പോൾ അത് എന്തുകൊണ്ട് അയാൾ ബ്ലാങ്ക് ആയി പോകുന്നത്, അയാൾ എക്സ്പെക്റ്റ് ചെയ്യുന്നേ ഇല്ല എസ്എ വിൻഡോ ഓപ്പൺ ആവുന്നത് അല്ലേ. ചിലർക്ക് MCQs അത്രയ്ക്ക് ടഫായിരിക്കും, അപ്പോൾ അവർ വിചാരിക്കത്തില്ല എസ്എ വിൻഡോ ഓപ്പൺ ആവുമെന്ന്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് സഡൻലി ഓപ്പൺ ആകുമ്പോൾ അവർ പാനിക്കോ ആയിപ്പോൾ അവർ റിയലൈസ് ചെയ്യത്തുമില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ. നിങ്ങളങ്ങനെ പാനിക് ആവാതിരിക്കുക.
ചിലപ്പോൾ എസ് എ ക്വസ്റ്റ്യൻസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം MCQ ക്വസ്റ്റ്യൻസ് ടഫ് ആവും തോറും ആക്ച്വലി എസ് എ വിൻഡോ ഓപ്പൺ ആവാനുള്ള ചാൻസ് കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കാര്യം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് MCQസിനൊക്കെ വെയിറ്റേജ് കൂടുതലായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ 50 ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവാം, ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. സോ എന്താ പറയുക, നിങ്ങൾ അങ്ങനെ ഒരു ഐഡിയയിൽ ആ MCQ ചെയ്യുമ്പോഴേ ടെൻഷൻ അടിച്ച് ഓപ്പൺ ആവില്ലല്ലോ എന്നൊന്നും കരുതിയിരിക്കാതെ ഫ്രീ മൈൻഡോടെ ഇരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാനിക് സിറ്റുവേഷനൊക്കെ ഒഴിവാകും. ഓക്കെ, അതൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എസ് എ ക്വസ്റ്റ്യൻ ഓപ്പൺ ആയെന്നിരിക്കുമ്പോൾ എങ്ങനെയാണ് 2 സെനാരിയോ ഉണ്ട് അല്ലേ? ഒരു എസ് എ ക്വസ്റ്റ്യൻ പാർട്ടിൽ നമുക്ക് 2 സെനാരിയോ ഉണ്ട്. ഈ സെനാരിയോയ്ക്ക് ഒരു സെനാരിയോയ്ക്ക് 30 മിനിറ്റ്സും അടുത്ത സെനാരിയോയ്ക്ക് 30 മിനിറ്റ്സും ആയിട്ട് അലോട്ട് ചെയ്യാം. ഓക്കെ, ഇനി സെനാരിയോ 1 എടുത്തു. അതിനൊരു 6 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾ ആദ്യം സബ് ക്വസ്റ്റ്യൻസ് വായിക്കൂ, സെനാരിയോ വായിക്കൂ. ഒരിക്കലും ആദ്യമേ കയറി സെനാരിയോ വായിക്കാൻ നിൽക്കരുത്. ആദ്യം നിങ്ങൾ സബ് ക്വസ്റ്റ്യൻസ് വായിക്കുക. ക്വസ്റ്റ്യൻസ് വായിച്ചിട്ടേ സെനാരിയോ വായിക്കാൻ പോകാൻ പാടുള്ളൂ. ഇനി ക്വസ്റ്റ്യൻസ് വായിക്കുന്നു, 6 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 3 ക്വസ്റ്റ്യൻ തിയറിയും 3 ക്വസ്റ്റ്യൻ കാൽക്കുലേഷൻ ഒന്നിരിക്കട്ടെ. 3 ക്വസ്റ്റ്യൻ തിയറിയിൽ ചിലത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് മെറിറ്റ്സ് ഓഫ് ദിസ് പർട്ടിക്കുലർ കോൺസെപ്റ്റ്, മെറിറ്റ്സ് ഓഫ് ROI, അല്ലെങ്കിൽ മെറിറ്റ്സ് ഓഫ് ROI, അല്ലെങ്കിൽ സ്റ്റെപ്സ് ഓഫ് എനി കോൺസെപ്റ്റ്. ഇങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളത് ആൻസർ ചെയ്യുക. ഫസ്റ്റ് ആ 3 ക്വസ്റ്റ്യനും അങ്ങനെ തന്നെ ആൻസർ ചെയ്യുക. ഇപ്പോൾ മെറിറ്റ്സ് ഓഫ് ROI ആണെങ്കിൽ മെറിറ്റ്സ് ഓഫ് ROI എന്നൊരു ഹെഡിങ് കൊടുത്തിട്ട് അതിൽ പറയുന്നുണ്ട് 2 പോയിൻറ്റ്സ് നിങ്ങൾ ആൻസർ ചെയ്യണം. ഇനി 2 മെറിറ്റ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 മെറിറ്റ്സ് മാത്രം എഴുതുക. നിങ്ങൾ എക്സ്ട്രാ എത്ര പോയിൻ്റ് എഴുതിയാലും നിങ്ങൾക്ക് എക്സ്ട്രാ പോയിൻറ്റ്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ വലിച്ചു വാരി എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും എന്നുള്ള കോൺസെപ്റ്റ് വിടുക. ഇത് കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമാണ്. ഇവിടെ അങ്ങനെയൊന്നും നടക്കത്തില്ല. അവർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ അത് മാത്രം ചെയ്തു വരിക. പക്ഷേ എഴുതുന്ന പോയിൻ്റ് വാലിഡ് ആയിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഗ് പോയിന്റ്സ് ഉണ്ട്. അതായത് ഭയങ്കര ജനറലൈസ്ഡ് പോയിന്റ്സ് ഒക്കെ സ്റ്റുഡൻസ് എഴുതി വെക്കാറുണ്ട്. അതായത് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഈസി ടു കമ്പയർ, വെരി ഈസി പ്രോസസ്, വെരി ഈസി മെത്തേഡ്, ഈസി ടു കാൽക്കുലേറ്റ്. ഇതൊക്കെ ശരിക്കും ജനറലൈസ്ഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇത് നമുക്ക് ഒന്നും കിട്ടാതെ വരുമ്പോൾ എഴുതുന്ന പോയിന്റ്സ് ആണ്. ഇതല്ല എഴുതേണ്ടത്. ശരിക്കും ആ കോൺസെപ്റ്റിനോട് വളരെ കോറിലേറ്റഡ് ആയിട്ടുള്ള ആ കോൺസെപ്റ്റ് എന്താണെന്ന് ആ മെറിറ്റിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തരത്തിൽ ചില പോയിൻറ്റ്സ് ഉണ്ടാവില്ലേ, അത് എഴുതുക. അല്ലാതെ ഇങ്ങനെയുള്ള ജനറലൈസ്ഡ് പോയിൻറ്റ്സ് മാക്സിമം ഒഴിവാക്കുക. അത് നമുക്ക് ഒന്നും കിട്ടുന്നില്ല, ഇത് മാത്രമേ ഓർമ്മ ഉള്ളൂവെങ്കിൽ ജസ്റ്റ് എഴുതി പോവുക. പക്ഷേ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ ആ കോൺസെപ്റ്റിന് ഒരുപാട് അപ്പീലിംഗ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എഴുതുക എന്നുള്ളതാണ്. അതല്ലാതെ ഇങ്ങനത്തെ ജനറലൈസ്ഡ് പോയിൻറ്റ്സ് എഴുതി വെക്കാതിരിക്കുക. ഓക്കെ, അപ്പം 2 പോയിൻ്റ് എഴുതാൻ പറഞ്ഞാൽ 2 പോയിൻ്റ് മാത്രം എഴുതാം. സോ അപ്പോൾ 3 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. 3ഉം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഈ 3ഉം നിങ്ങൾ സെനാരിയോ വായിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പോയിൻറ്റ്സ് അതുപോലെ എഴുതി പോവുക. അതുപോലെ ഹെഡിങ് കൊടുക്കുക. 3 പോയിൻറ്റ്സ് ആണെങ്കിൽ 3 പോയിൻറ്റ്സ് എഴുതുക. വാലിഡ് ആയിട്ടുള്ള 3 പോയിൻറ്റ്സ് എഴുതുക. ഓക്കെ, ഇനി അടുത്ത 3 ക്വസ്റ്റ്യൻസ് തിയറി പ്രോബ്ലംസ് ആണെങ്കിൽ എങ്ങനെയാണ്? ഇപ്പോൾ കാൽക്കുലേറ്റ് ROI ആണ് ഒരു ക്വസ്റ്റ്യൻ. എങ്ങനെയാണെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് ROI എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തിട്ട് ആ ROIയുടെ ഫോർമുല താഴെ എഴുതി വെക്കുക. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക. ഇന്ന കാൽക്കുലേഷനാണ്, ഹെഡിങ് കൊടുക്കുക, കാൽക്കുലേഷൻ ഓഫ് ദിസ് എന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഫോർമുല താഴെ എഴുതി വെക്കുക. ഇങ്ങനെ ആ 3 പ്രോബ്ലംസിൻ്റെയും ഫോർമുല ഫസ്റ്റ് എഴുതി വെക്കുക. സോ ഈ ഒരു 6 ക്വസ്റ്റ്യൻ നിങ്ങളൊരു 10 മിനിറ്റിനുള്ളിൽ ചെയ്യുക ഈ ഒരു മെത്തേഡിൽ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ സെനാരിയോ വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ സെനാരിയോ വായിച്ച് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോബ്ലംസ് ആൻസർ ചെയ്യാൻ നോക്കണം. ഓൾറെഡി തിയറി 3 നിങ്ങൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് മനസ്സിലാക്കിയിട്ടുണ്ട്, നിങ്ങളത് എഴുതിയിട്ടുണ്ട് അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഈ 3 പ്രോബ്ലം ക്വസ്റ്റ്യൻസ് എടുത്ത് ആൻസർ ചെയ്യാൻ നോക്കണം ഫസ്റ്റ്. ഇനി തിയറി നോക്കേണ്ട കാര്യമുണ്ട്, ഞാൻ പറയാം. പക്ഷേ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ പ്രോബ്ലംസിന് കൊടുക്കുക. അപ്പോൾ 3 പ്രോബ്ലം ആണെങ്കിൽ എന്ത് ചെയ്യണം? ഈ സെനാരിയോ വായിക്കുക, ഈ പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി 30 മിനിറ്റ്സിൽ 20 മിനിറ്റ്സേ വിളിച്ചുള്ളൂ. അപ്പോൾ ഈ 20 മിനിറ്റ്സിൽ ഫസ്റ്റ് പ്രയോറിറ്റി പ്രോബ്ലംസിന്. അപ്പോൾ പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഓൾറെഡി ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോർമുലയ്ക്ക് ഉള്ള നമ്പേഴ്സ് എന്താണെന്ന് ആ സെനാരിയോയിൽ കണ്ടെത്തി ആ 3 പ്രോബ്ലം ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഇനി അപ്പോഴേക്കും നിങ്ങൾക്ക് ആ 3 പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സെനാരിയോ ഒരുവിധം മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ നിങ്ങൾ എഴുതി വെച്ച തിയറി നോക്കുമ്പം നിങ്ങൾക്ക് വേറെ മെറിറ്റാണ് ഈ സെനാരിയോ ആയിട്ട് കുറച്ച് ആപ്റ്റായിട്ട് വരുന്നതെന്ന് തോന്നുവാണെങ്കിൽ ആ പോയിൻറ്റ്സ് റീപ്ലേസ് ചെയ്ത് വെക്കുക. അതായത് നേരത്തെ എഴുതിയ പോയിന്റ് മാറ്റിയിട്ട് ഈ പോയിന്റ് എഴുതുക. കാര്യം 2 പോയിന്റ് എഴുതാൻ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ആ 2 പോയിന്റ് വാലിഡ് ആവണമെന്നേ ഉള്ളൂ. അപ്പോൾ നേരത്തെ എഴുതിയ പോയിന്റ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ സെനാരിയോ ആയിട്ട് ഈ പോയിൻ്റാണ് കുറേ കൂടെ റെലവൻറ്റ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പോയിന്റ് അവിടെ റീപ്ലേസ് ചെയ്ത് എഴുതി വെക്കുക.
ഓക്കെ, എഴുതി വെച്ചിട്ട് അക്കോർഡിംഗ് ടു ദിസ് സെനാരിയോ ദിസ് മെറിറ്റ് ലുക്സ് ലൈക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കീവേഡ്സ് ഈ സെനാരിയോ ആയിട്ട് ലിങ്ക് ചെയ്ത് ഒരു 2 പോയിൻറ്റ്സ് എഴുതാൻ പറ്റുമെങ്കിൽ ചെയ്യാം. അത് ഈ പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെനാരിയോന്ന് ആ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ട്, ഇതാണ് റിലേറ്റബിൾ എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, റീവിസിറ്റ് ചെയ്ത് ഈ 3 ക്വസ്റ്റ്യൻസിൽ നിങ്ങളുടെ പോയിൻറ്റ്സ് മാറ്റി ഈ പോയിൻറ്റ്സ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണ്, നിങ്ങൾക്ക് സമയം ഒട്ടും തികയുന്നില്ല എന്നുള്ള ടെൻഷനില്ല, നിങ്ങൾ ഓൾറെഡി ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 30 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിലാണ് നിങ്ങൾ വീണ്ടും അതൊക്കെ ഒന്ന് റീവിസിറ്റ് ചെയ്ത് എന്താ പറയുക റീഅറേഞ്ച് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങൾക്ക് ടെൻഷൻ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതേ മെത്തേഡ് തന്നെ രണ്ടാമത്തെ സെനോരിയയ്ക്കും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഫസ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസ് വായിക്കുക, തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഹെഡിങ് കൊടുക്കുക, 2 പോയിന്റ് അല്ലെങ്കിൽ 3 പോയിന്റ് ആണ് പറയുന്നതെങ്കിൽ ആ പോയിന്റ്സ് മാത്രം എഴുതുക. ആ പോയിന്റ്സ് എന്ത് ചെയ്തിരിക്കണം, വാലിഡ് ആയിരിക്കണം. ഇതുപോലെ ജനറലൈസ്ഡ് പോയിന്റ്സ് ഒന്നും എഴുതി വയ്ക്കാതിരിക്കുക. ആ കോൺസെപ്റ്റായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു മെറിറ്റോ അല്ലെ ഡിമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ആ പോയിന്റ് അങ്ങനെ മീനിങ് ഫുൾ ആയിട്ടുള്ള പോയിന്റ് എഴുതാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അടുത്ത പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് കാൽക്കുലേഷൻ ആണെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് ദിസ് പർട്ടിക്കുലർ എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ആ ഒരു എന്താണെന്ന് വെച്ചാൽ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഹെഡിങ് കൊടുത്തിട്ട് ജസ്റ്റ് ഫോർമുല എഴുതി പോവാം. ഇത് കഴിഞ്ഞിട്ട് മാത്രം എന്ത് ചെയ്യുക, സെനാരിയോയിലോട്ട് പോവാം. സെനാരിയോ വായിക്കുക. സെനാരിയോ വായിച്ചിട്ട് ഫസ്റ്റ് പ്രോബ്ലം സെറ്റിൽ ചെയ്യാൻ നോക്കുക. ഫോർമുല ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ എഗെയിൻസ്റ്റ് നമ്പർ കിട്ടിയാൽ മതി. അപ്പോൾ നമ്പറൊക്കെ വെച്ച് ഫോർമുല ആ ബാക്കി 2-3 സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഫോർമുല എഴുതി ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിയറി സെനാരിയോ അപ്പോൾ വായിച്ചു. ആ 3 പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സെനാരിയോയെ പറ്റി ഒരു ഐഡിയ കിട്ടും അല്ലേ. സെനാരിയോ ഐഡിയ കിട്ടുമ്പോൾ എന്ത് ചെയ്യുക, ഇനി നമ്മൾ നേരത്തെ എഴുതി വെച്ച പോയിന്റ്സ് അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, ഈ സെനാരിയോ ആയിട്ട് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മറ്റത് മാറ്റി എഴുതുക. ഓക്കെ, അല്ലാതെ കൂടുതൽ പോയിന്റ്സ് എഴുതി നിങ്ങളുടെ സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഫസ്റ്റ് 2 പോയിന്റ്സ് ആണ് ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 2 പോയിന്റ്സ്, 3 ആണെങ്കിൽ 3, 5 ആണെങ്കിൽ 5, അതിൽ കൂടുതൽ ഒരിക്കലും എഴുതരുത്. ഒരു ലോങ് പാരഗ്രാഫ് ഒന്നും ഒരിക്കലും എസ്സേയിൽ എഴുതരുത്. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, പോയിന്റ് ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഈവൻ ഇൻ യുവർ ഒപ്പീനിയൻ വാട്ട് യു ആർ സെയിങ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പം നിങ്ങളുടെ ഒപ്പീനിയനാണ് സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങളത് പോയിന്റ് ഔട്ട് ചെയ്ത് വേണം എഴുതാൻ. അല്ലാതെ ഒരിക്കലും നിങ്ങളതിനെ ഇങ്ങനെ ഒരു വലിയ പാരഗ്രാഫായിട്ട് എഴുതിയെന്ന് വെച്ച് നിങ്ങൾക്ക് ഒരുപാട് മാർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. കമ്പ്യൂട്ടറൈസ്ഡ് എക്സാം ആണെന്ന് മനസ്സിലാക്കുക. കമ്പ്യൂട്ടർ എപ്പോഴും എന്ത് ചെയ്യുക, കീവേഡ്സ് ആണ് ശ്രദ്ധിക്കുന്നത്. കീവേഡ്സ് ബേസിസിലായിരിക്കും നമുക്ക് ആൻസർ അവർ മാർക്ക് നമുക്ക് തരുന്നത്. സോ കീവേഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. സോ അതുപോലെ അത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഒരുപാട് പാരഗ്രാഫ് എഴുതി പോവാതെ, നമുക്കറിയാം CMA എക്സാം കോൺസെപ്റ്റുവൽ ബേസ്ഡ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കോൺസെപ്റ്റ് ഉണ്ടോ, നമുക്ക് ആ ലോജിക്ക് അറിയാമോ എന്നാണ് അതിൽ ചെക്ക് ചെയ്യുന്നത്. സോ ലോജിക്കലി നിങ്ങളതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ അങ്ങനെ ആൻസർ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എസ്സേ ഒക്കെ ഒരു നല്ല മാർക്കോടെ സ്കോർ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ടെൻഷൻ അടിക്കാതിരിക്കുക. ആ 1 hour നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ എക്സാം സെൻറ്ററിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റണം. സോ ടെൻഷനൊന്നും അടിക്കാതെ MCQ കഴിഞ്ഞ് എസ്സേവിൻ്റെ ഓപ്പണായ ബ്ലാങ്ക് ചെയ്ത് കുറേ സമയം കളയാതെ കോൺഫിഡൻ്റ് ആയിട്ട് എസ്സേ അറ്റൻഡ് ചെയ്യുക. ഈ മെത്തേഡ്സൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സൊക്കെ കമൻറ്റ് ചെയ്യുക. സോ ഐ തിങ്ക് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. സോ ടിൽ ദെൻ വിൽ മീറ്റ്. ബൈ.